മാർക്കസ് റാഷ്ഫോർഡ് ടു FC ബാഴ്സലോണ. ഹിയർ വി ഗോ. നിക്കോ വില്യംസ് ഒരു പൂ ആയിരുന്നെങ്കിൽ റാഷ്ഫോർഡ് എന്ന് പറയുന്നത് ഒരു ഫയർ ആണ് എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫയർ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാൻസി ഫ്ലിക്കിന് ഇനി റൈറ്റ് വിങ്ങിൽ ഒരാൾ വേണോ, ലെഫ്റ്റ് വിങ്ങിൽ ഒരാൾ വേണോ, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ ഒരാൾ വേണം എന്നിങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മൂന്നിനും കൂടെ പറ്റിയ ഒരാൾ തന്നെയാണ് ആര്? മാർക്കസ് റാഷ്ഫോർഡ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അല്ലേ. ആൻഡ് ക്രിയേറ്റീവ് ആണ്, കൗണ്ടർ അറ്റാക്കിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലേക്കുമല്ല എന്നുള്ളതാണ്. ആസ്റ്റൺ വില്ലയിൽ ഈ വർഷത്തെ PSG-ക്കെതിരെയുള്ള മത്സരം മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി, ഈ ചെറുക്കൻ ഫയർ ആണോ അതോ ഡബിൾ ഫയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം പുള്ളിയുടെ ഒരു ടാലന്റിൽ ഒരാൾക്ക് സംശയം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിക്കോ വില്യംസ് വരാത്തപ്പോൾ കളിയാക്കിയവരും ലൂയിസ് ഡയാസിനെ സൈൻ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഒരു കളിയാക്കിയവരും ഒക്കെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ദൈവമേ ഇവനോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്രാവശ്യത്തെ ബാഴ്സലോണയുടെ അറ്റാക്കിംഗ് സൈഡ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പുള്ളിക്കാരൻ്റെ പരിക്കും കാര്യങ്ങളും ഒക്കെ ഒരു ചെറിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ ലോകത്തിന് മുമ്പിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുണ്ടായ കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി പറയാനും കൂടെ ഉള്ളൊരു നല്ല വേദിയായിരിക്കും ബാഴ്സലോണ. പുള്ളിക്കാരന് ഇഷ്ടമുള്ളൊരു ക്ലബ്ബ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സൈനിങ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഡബിൾ പവർഫുൾ സൈനിങ് ആൻഡ് ആൻ ഇൻട്രസ്റ്റിംഗ് വൺ. എന്താണ് നിങ്ങൾക്ക് ഈ സൈനിങ്ങിനെ കുറിച്ച് തോന്നുന്നതെന്നും കൂടെ താഴെ കമന്റ് കറോ.